ഓൾവേസ് നിങ്ങളെ ഇപ്പോഴും ഇപ്പൊ ഇത്രയും എത്ര വർഷം എനിക്ക് തോന്നുന്നു ഒരു ഓവർ എ ഡെക്കേഡ് ആയി അല്ലെ, എന്നാലും നിങ്ങളെ ഓട്ടോഗ്രാഫ് വെച്ച് കണക്ട് ചെയ്യാനായിട്ട് എല്ലാവർക്കും തോന്നാറുണ്ട്. അപ്പം ഇപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ ഓട്ടോഗ്രാഫിനെ പറ്റി. നമുക്ക് ഇപ്പോഴാ ഫാൻ പേജ്, അന്നൊന്നും ഇല്ലല്ലോ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും ഉണ്ടെന്ന് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത്. ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്കിലെ ഫാൻ പേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ യൂണിഫോം ഇട്ടിട്ടുള്ള ട്രോൾസും ഒക്കെ ഇപ്പോഴും നമ്മുടെ ആ ക്യാരക്ടർ പറഞ്ഞാണ് ഒരാൾ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ ആ ഓട്ടോഗ്രാഫിലല്ലേ എവിടെയായിരുന്നു ഇത്രയും നാൾ നിങ്ങൾ എന്നാണ് ചോദിക്കുന്നത്. അതിനുശേഷം കുറെ സീരിയലുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് എല്ലാവരുടെയും മനസ്സിലുണ്ട് ഇപ്പോഴും. 10-12 ഇയേഴ്സ് ആയിട്ട് പോലും നിങ്ങൾക്ക് മിസ് ചെയ്യാറുണ്ടോ ആ ഒരു ഷൂട്ടിംഗ് ഡേയ്സും ആ ഒരു ഇതൊക്കെ? അപ്പൊ ശരിക്കും നിങ്ങൾ സ്കൂളിൽ പഠിക്കായിരുന്നോ ആ ഒരു സമയത്തൊക്കെ? അല്ല, ഞാൻ ഡിഗ്രി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. ഈ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഇരിക്കുമ്പോഴും നമുക്ക് മനസ്സിൽ മറ്റേ 3 പേരൊക്കെ എവിടേക്കോ കണക്ഷനും ഈ നമ്മുടെ മൈൻഡിൽ ഒരു ഫ്ലാഷസ് വരുന്നു പറയല്ലേ, അപ്പൊ അതുപോലെ മെസ്സേജസ് ഇപ്പോഴും വരാറുണ്ട്. നിങ്ങൾ രണ്ടുപേരും വില്ലത്തിയും നിങ്ങൾ ഓപ്പോസിറ്റാ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ പറയാറുണ്ട് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ രണ്ടുപേരും ഇത്രയും നല്ല ഫ്രണ്ട്സ് ആയിരുന്നിട്ട് ഇങ്ങനെ കമന്റ്സ് ഒക്കെ ഇതാ നാൻസി മൃദു ലവ് ഇതിന്റെ വീഡിയോസിന്റെ സ്നേഹത്തിന്റെ വീഡിയോസിന്റെ താഴെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന സീനാവും, പക്ഷെ അതിന്റെ താഴെ കമന്റ്സ് ആയിരുന്നു നാൻസി മൃദു ഹാർട്ട്. അത്രയും എച്ച്ഡായ ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ ഇപ്പം ഇടയ്ക്ക് അതിന്റെ അകത്ത് നമുക്ക് ആ 5 പേരുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ശരത്തിനെ പറ്റിയിട്ട് പറയണ കാര്യം നമുക്ക് വളരെ ഫിംഗേഴ്സ് എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ് ഒരാള് മിസ്സിംഗ് ആണ്. പക്ഷെ ഇപ്പോഴും മനസ്സിൽ അവൻ ഇവിടെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്, നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് വിശ്വസിക്കാൻ തന്നെയാണ്. കഴിഞ്ഞ അവന്റെ അനിയന്റെ വെഡിങ് ആയിരുന്നു, നമ്മളെല്ലാരും ഒത്തുകൂടി. അപ്പം സാമാറ്റ് ചെയ്ത അംബരീഷ് മാത്രമേ ഇപ്പൊ ഇവിടെ ഇല്ലാതെ ഉള്ളൂ. കാരണം പറ്റിയില്ല, ഞങ്ങൾ 3 പേരും. നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ഇത് വരുന്നു എങ്കിലും നമ്മൾ 3 പേരും മീറ്റ് ചെയ്യാറുണ്ട്. അതെ. ഈ ഇടയ്ക്ക് ശരത്തിന്റെ ഒരു എന്തോ ശരത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വളരെ ഇമോഷണൽ ആയിട്ടൊരു കുറിപ്പൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് അവൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും, എന്റെ സ്വന്തം അനിയൻ അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കും ചേച്ചി എപ്പോഴാണ് ഞാൻ അമ്മാവനാവുന്നത്, ഒന്ന് പെട്ടെന്ന് എന്താ അങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറയാറുണ്ട് ഞാൻ അങ്ങോട്ട് പറയും നീ എനിക്ക് ചോദിക്കരുത്. പക്ഷെ അവൻ മരിച്ചു കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ പ്രഗ്നന്റ് ആവുന്നത്. അപ്പം ഞാൻ മോനെ എടുത്തിട്ട് അവരെ വീട്ടിൽ പോയപ്പോഴൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. അവരെല്ലാ റൂമിലും കൊണ്ടുപോയി ഇങ്ങനെ കാണിക്കലും ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. അത് മറക്കാൻ പറ്റില്ല. ആ ഒരു കാലത്തിന്റെ ഓർമ്മകളിലെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്തായിരുന്നു? നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞപ്പോ നമുക്ക് ഫേസ്ബുക്കും ഇതൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രൈവസി വേറൊരു രീതിയിൽ എങ്ങനെയൊക്കെയോ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു ഇല്ലേ? ഞങ്ങൾ ആ കാണിക്കുന്ന എന്തായിരുന്നു അത് തന്നെയായിരുന്നു നമ്മള് ശരിക്കും റിയൽ ലൈഫിൽ. നമ്മള് പിന്നെ കോണ്ടാക്ട് ഒന്നും ഇല്ലാണ്ടൊക്കെ വന്നിട്ട്, പക്ഷെ ഇപ്പൊ എല്ലാരുമായിട്ടും വീണ്ടും നമ്മള് ടച്ച് ഉണ്ട്. ഇപ്പൊ ഞാൻ നാട്ടിൽ വന്നപ്പോഴും ഒക്കെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി. അതൊരു ഇതേപോലെ ഒരു ഇന്റർവ്യൂലാണ് നമ്മളൊരു 10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നത്, ഞങ്ങൾ 4 പേരും. ആ സമയത്ത് പിന്നെ അപ്പൊ തൊട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ ഒരു ഗ്യാപ്പ് വന്നു, പിന്നെ ഇപ്പൊ വീണ്ടും ഒരു ബോണ്ടിങ് ഉണ്ട് അവിടെ. എന്തായാലും ഒരു ഗ്യാപ്പ് വന്നാലും അത് മനസ്സിലെപ്പോഴും ഉണ്ട്.